ഹായ് ഓൾ, നമുക്ക് ഫ്ലൂയിഡ് മെഷീനറിയുടെ സെക്കൻഡ് മോഡ്യൂള് രണ്ടാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പാണ്, സെൻട്രിഫ്യൂഗൽ പമ്പ് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ടോട്ടൽ സിലബസിന് നമുക്ക് ആദ്യം തന്നെ രണ്ടായിട്ട് ഈ ഒരു പാർട്ട് ബിയെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കണ്ടു പഠിക്കാനായിട്ട് പറ്റും. ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പക്ക തിയറിയാണ് ഇവിടെ പറയുന്നത്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡ്യൂളിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കയറാം. എന്താണ് ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ സെൻട്രിഫ്യൂഗൽ പമ്പിനെ കുറിച്ച് പറയുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ റോട്ടറിയോ അല്ലെങ്കിൽ വോർട്ടെക്സ് ഫ്ലോ. അപ്പോൾ നമ്മൾ പമ്പിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് വോർട്ടെക്സ് ഫ്ലോ എന്നുള്ളത്. എന്താണ് വോർട്ടെക്സ് ഫ്ലോ? ഈ ഒരു ഫിഗർ മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. ഇതിൽ നിന്ന് പറയാൻ നോക്കിയേ, എ മാസ് ഓഫ് ഫ്ലൂയിഡ് റൊട്ടേഷൻ എബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. ഒരു ഫിക്സ്ഡ് ആക്സിസിനെ വെച്ചുകൊണ്ട് മാസ് ഓഫ് ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോർട്ടെക്സ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിന് ഒരു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ നടക്കുന്നു, ഒരു റോട്ടറി മൂവ്മെന്റ് ഓഫ് വാട്ടർ ഒക്കർ ചെയ്യുന്നുണ്ട്. അതിന് കാരണമായിട്ടൊരു ഇമ്പല്ലർ ഒക്കെ കടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസ് ആണ് ഈ രീതിയിലുള്ള ഒരു വോർട്ടെക്സ് ഫ്ലോ. ഇനി ഈ വോർട്ടെക്സ് ഫ്ലോയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്രീ വോർട്ടെക്സ് ഉണ്ട്, പോസ്റ്റ് വോർട്ടെക്സ് ഉണ്ട്. ഇനി മൂന്നാമതൊരു രീതി കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈറൽ വോർട്ടെക്സ് ഫ്ലോ എന്നും ഒരു തരം നമുക്ക് വേണമെങ്കിൽ തിരിക്കാനായിട്ട് കഴിയും. ഇനി ഫ്രീ വോർട്ടെക്സ് ഫ്ലോയുടെ ഉദാഹരണമാണ് നമ്മൾ ചിലപ്പോൾ വേർഡ് പൂൾ ഇൻ റിവർ, വെള്ളത്തിലൊക്കെ ചുഴികൾ രൂപീകരിക്കുന്ന, ആകാശത്തിലേക്ക് ഇങ്ങനെ രീതിയിൽ വരുന്നത്, സിങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം അവസാനം താഴേക്ക് ഒരു ഹോളിൽ കൂടെ ഇറങ്ങി പോകുന്നു. ഇതെല്ലാം ഫ്രീ വോർട്ടെക്സ് ഫ്ലോ ആണ്. അതായത് നമ്മളായിട്ട് എക്സ്റ്റേണൽ എനർജിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കാത്ത രീതിയിലുള്ള ഫ്ലോ ആണ് ഫ്രീ വോർട്ടെക്സ് ഫ്ലോ എന്ന് പറയുന്നത്. ഇനി അടുത്ത മറ്റൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ പോസ്റ്റ് വോർട്ടെക്സ് ഫ്ലോ. പോസ്റ്റ് വോർട്ടെക്സ് ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു എക്സ്റ്റേണൽ ഏജൻസി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ പവർ ഉപയോഗിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് എനർജി കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നേരത്തെ കാണിച്ച റോട്ടറി മൂവ്മെന്റ്സ് ഓഫ് ലിക്വിഡ്സ് ഒക്കർ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ പോസ്റ്റ് വോർട്ടെക്സ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തെന്ന് പറയുകയാണെങ്കിൽ സ്പൈറൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു ഫ്രീ ആയിട്ടുള്ള വോർട്ടെക്സ് ഫ്ലോയുടെ കോമ്പിനേഷൻ ഓഫ് ഫ്രീ വോർട്ടെക്സും റേഡിയൽ ഫ്ലോയും തമ്മിലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ വരുന്നത്? അതിനെയാണ് സ്പൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ സൂപ്പർ പൊസിഷൻ ഓഫ് ദ സ്ട്രീം ഫങ്ഷൻസ് ഓഫ് എ ഫ്രീ വോർട്ടെക്സ് ആൻഡ് ഐദർ എ സിങ്ക് അല്ലെങ്കിൽ ഒരു സോഴ്സ്. അപ്പോൾ ഒരു ഫ്രീ വോർട്ടെക്സും ഒരു റേഡിയൽ ഫ്ലോയും തമ്മിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആ കൈൻഡ് ഓഫ് ഫ്ലോയാണ് നമ്മൾ സ്പൈറൽ വോർട്ടെക്സ് ഫ്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട മൂന്ന് ഫ്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്? കാരണം ഈ മോഷൻ ഓഫ് സ്പൈറൽ അല്ലെങ്കിൽ വോർട്ടെക്സ് ഫ്ലോയുടെ രീതിയിലാണ് ഒരു പമ്പിൻ്റെ ഉള്ളിൽ വെള്ളം കിടന്ന് കറങ്ങുന്നതെന്ന് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പമ്പ് എന്ന് പറയുന്ന ഒരു വലിയ ഏരിയയിലേക്ക് കിടക്കാം. പമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഇറ്റ്സ് എ ഹൈഡ്രോളിക് മെഷീൻ. പമ്പ് എന്ന് പറഞ്ഞ ഒരു ഹൈഡ്രോളിക് മെഷീൻ ആണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? യൂസ് ടു പ്രഷറൈസ് ഒരു ലിക്വിഡിനെ പ്രഷറൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് പവർ അബ്സോർബ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രഷറൈസ് ചെയ്യുന്നു, വെള്ളത്തെ എന്തിനാണ് വെള്ളത്തെ പ്രഷറൈസ് ചെയ്യുന്നത്? അത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ വെറുതെ വീട്ടിൽ ഉദാഹരണം എടുത്തിരിക്കുകയാണെങ്കിൽ, താഴെയുള്ള കിണറിൽ നിന്ന് ഒരു പമ്പ് വെച്ച് നമ്മൾ വീടിന്റെ മുകളിലുള്ള ടാങ്കിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കിണറാണെന്ന് വിചാരിക്കുക. കിണറ്റിൽ നിന്ന് പമ്പ് ഉപയോഗിച്ച് മുകളിലെ വീട്ടിലെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നു. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് കറങ്ങുന്നത് എന്ത് വെച്ചാണ്? ഇലക്ട്രിസിറ്റി വെച്ചാണ്. ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഷാഫ്റ്റ് കറങ്ങി, ആ ഷാഫ്റ്റ് കറക്കുന്നത് വഴിയായിട്ട് ഏതോ ഒരു എനർജി ഉണ്ടാക്കി, അല്ലെങ്കിൽ എനർജി നമ്മൾ അങ്ങോട്ട് കൊടുത്തു. താഴേന്ന് പറയുകയാണെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം എന്ത് ചെയ്തു? ആദ്യം ഇങ്ങോട്ടേക്ക് വന്നു, അവിടെ നിന്ന് ഇങ്ങനെ ടാങ്കിലേക്ക് കയറുന്നു. അപ്പൊ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഷാഫ്റ്റ് പവർ ഈസ് കൺവേർട്ടഡ് ടു മാനോമെട്രിക് പവർ. മാനോമെട്രിക് പവർ എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് പവർ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ താഴെത്തട്ടിൽ നിൽക്കുന്ന ഈ വാട്ടറിനെ മുകളിലേക്ക്
ഇത്ര ഹൈറ്റ് ഉയരത്തിലേക്ക് വരുന്നത് കൊണ്ട് ഒരു ഹൈഡ്രോളിക് പവർ വെള്ളത്തിന് ലഭിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചുകൊണ്ട് അത് ഷാഫ്റ്റ് പവർ ആക്കുകയും ആ ഷാഫ്റ്റ് പവറിൽ നിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യും, വാട്ടർ പവറിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പമ്പ് എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം, ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനെയാണ്. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കഴിഞ്ഞ ലാബിന്റെ പ്രാക്ടിക്കൽ എക്സാമിന് വൈവ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബെർണോളിസ് തിയറത്തെ കുറിച്ച് പറഞ്ഞു, ഇറ്റ്സ് ഇൻ ഫോർ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. അപ്പോൾ എന്താണ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് എന്ന് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ അധികം കഴിഞ്ഞില്ല. ഒരു കാര്യം ഓർത്തിരിക്കുക, ഡെൻസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലോയാണ് ഇൻകംപ്രസിബിൾ ഫ്ലോ. അതായത് ഫ്ലോയ്ക്ക് അനുസരിച്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അതിനനുസരിച്ച് ഡെൻസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, ഇൻകംപ്രസിബിൾ ഫ്ലോ. അതിനെയാണ് ഈ ഈ കാര്യം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞ കാര്യത്തിലുള്ള പമ്പുകൾ വെള്ളത്തെ പ്രഷറൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹെഡ് കൂട്ടിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, ജസ്റ്റ് മനസ്സിലാക്കി. ഇനി പമ്പിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഒരു ഭാഗം എന്ന് പറയുകയാണെങ്കിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്, അടുത്തൊരു പമ്പ് റോട്ടോ ഡൈനാമിക് പമ്പ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പും റോട്ടോ ഡൈനാമിക് പമ്പും. അപ്പോൾ പമ്പിനെ പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷൻ നടത്താണ്, ദാറ്റ് ഈസ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. കണ്ട പമ്പിന് റോട്ടോ ഡൈനാമിക് എന്നുള്ളതും പോസിറ്റീവ് റോട്ടോ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ. ഇതിനെ നമുക്കൊന്നെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് സെൻട്രിഫ്യൂഗൽ പമ്പ്, അടുത്തൊരു പമ്പാണ് പ്രൊപ്പല്ലർ പമ്പ്. ഈ പമ്പ് ദീസ് പമ്പ്സ് ഓപ്പറേറ്റ്സ് ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് റൈസ് ഇൻ പ്രഷർ എനർജി ഓഫ് എ ലിക്വിഡ് ബൈ ഡൈനാമിക് ആക്ഷൻ ഓഫ് എ ലിക്വിഡ്. ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്തോ ഒരു വെള്ളത്തിന്റെ ഒരു മൂവ്മെന്റ് കാരണം പ്രഷർ എനർജി ഇതാവുന്നു. പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രഷർ കൂട്ടുക എന്നാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. റോട്ടോ ഡൈനാമിക് എന്ന് പറയുമ്പോഴത്തേക്കും ഡൈനാമിക് ആക്ഷൻ ഓഫ് ലിക്വിഡ്. എങ്ങനെ വന്നു ആ ഡൈനാമിക് ആക്ഷൻ? റിവോൾവിങ് എ വീൽ വിച്ച് ഈസ് കർവ്ഡ് വെയിൻസ്. അപ്പോൾ റിവോൾവിങ് എ വീൽ, ഒരു വീല് റിവോൾവ് ചെയ്ത് വിച്ച് ഈസ് ഹാവിങ് കർവ്ഡ് വെയിൻ ഉള്ള ഒരു വീല് റിവോൾവ് ചെയ്ത് ആ ഒരു റോട്ടറി മൂവ്മെന്റ് വഴി പ്രഷറൈസ് ചെയ്യുന്ന പമ്പിനെയാണ് റോട്ടോ ഡൈനാമിക് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊരു ഉദാഹരണമാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ റിവോൾവ് ചെയ്യുന്ന വാട്ടറിന്റെ ഫ്ലോയിനെയാണ് വോർട്ടെക്സ് ഫ്ലോ. ഒരു കണ്ടോ, നമ്മൾ ആദ്യം തുടങ്ങിയത് അവിടെ നിന്നാണ്. ഒരു വോർട്ടെക്സ് ഫ്ലോ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൽ അല്ലെങ്കിൽ ഒരു റിവോൾവിംഗ് ആയിട്ടുള്ള ഒരു വീലിൽ ഒക്കർ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് ഒക്കർ ചെയ്യാം, ഫോഴ്സ്ഡ് ആയിട്ട് ഒക്കർ ചെയ്യാം. അപ്പൊ അതിനെയാണ് നമ്മൾ ഇവിടെ ഒരു പവർ ജനറേഷൻ അല്ലെങ്കിൽ പവർ ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല, പവർ അങ്ങോട്ടേക്ക് കൊടുത്തുകൊണ്ട് ഒരു ഹെഡ് അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്യുന്നതിന്, അതായിരിക്കും ഏറ്റവും നല്ല ഉപയോഗം, പ്രഷറൈസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് പമ്പിനെയാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ലിക്വിഡ് ഈസ് ഡിസ്ചാർജ് ഡ്യൂ ടു ദ പോസിറ്റീവ് ഓർ റിയൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ വർക്കിംഗ് എലമെന്റ്. ഏതോ ഒരു വർക്കിംഗ് എലമെന്റിന്റെ യഥാർത്ഥ മൂവ്മെന്റ് കാരണം ഒരു പമ്പ് ഒരു ലിക്വിഡ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡിസ്ചാർജ് മാറ്റപ്പെട്ടു. അപ്പോൾ ഏതോ ഒരു റിയൽ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള എന്തോ ഒരു സാധനമുണ്ട്. മേ ബി അത് പിസ്റ്റൺ ആവാം, പ്ലഞ്ചർ ആവാം, ഗിയർ ആവാം, വീൻ ആവാം, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഏതോ ഒരു പാർട്ടിക്കിളിന്റെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിസ്റ്റൺ ആണെങ്കിൽ ഇപ്പൊ വെള്ളത്തെ ഒരു പിസ്റ്റൺ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഒരു സ്ഥലത്തുനിന്ന് വെള്ളം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ പിസ്റ്റന്റെ യഥാർത്ഥ മൂവ്മെന്റ് കൊണ്ട് സക്ഷൻ നടക്കുകയും ഡെലിവറി നടക്കുകയും ചെയ്യുന്ന രീതിയാണ് പോസിറ്റീവ്. പിസ്റ്റൺ എന്നുള്ളത് പറയുന്നില്ല, എടുത്തു പറയുന്നത് ഏതെങ്കിലും ഒരു വർക്കിംഗ് എലമെന്റ്. അപ്പൊ അതിനെയാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന്. അതിലൊരു ഉദാഹരണമായിട്ടുള്ള ഒരു പമ്പാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി റെസിപ്രോക്കേറ്റിംഗ് പമ്പ് പല രീതിയിലുണ്ട്. പിസ്റ്റൺ പമ്പുണ്ട്, പ്ലഞ്ചർ പമ്പുണ്ട്, ഡയഫ്രം പമ്പുണ്ട്. നമുക്ക് അടുത്ത മോഡ്യൂളിലാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. ഇനി അതുപോലെ തന്നെ റോട്ടറി മൂവ്മെന്റ്, ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് റോട്ടറി എലമെന്റ്സ് ഒരുമിച്ച്, ഇതിനെക്കുറിച്ച് നിങ്ങൾ ജസ്റ്റ് അസൈൻമെന്റ്സിലൂടെ പഠിച്ചിട്ടുണ്ട്. റോട്ടറി എലമെന്റ്സ് മൂവ് ചെയ്യുന്നത് കൊണ്ട് ഒരു ലിക്വിഡ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. അതിന്റെ ഉദാഹരണങ്ങളാണ് ഗിയർ പമ്പ്, വെയിൻ പമ്പ്, ലോ പമ്പ്, സ്ക്രൂ പമ്പ് മുതലായ കാര്യങ്ങൾ. സോ ഇതാണ് പമ്പിന്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ. ഇനി ജനറലി ഒന്ന് പറയുകയാണെങ്കിൽ
എങ്ങനെ പറയാം? പമ്പ്. പമ്പിനെ നമ്മൾ എന്ത് ചെയ്യാം? റോട്ടോഡൈനാമിക് പമ്പുണ്ട്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുണ്ട്. റോട്ടോഡൈനാമിക്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പ്. ഈ ക്ലാസിഫിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രിഫ്യൂഗലും പ്രൊപ്പല്ലറും. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതോ ഒരു ആക്ച്വൽ വർക്കിംഗ് എലമെന്റ് മൂവ് ചെയ്യാണ്. ആ മൂവ് ചെയ്യുന്നത് റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റ് ആകാം, റോട്ടറി മൂവ്മെന്റ് ആകാം. റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് പിസ്റ്റൺ ആവാം, പ്ലഞ്ചർ ആവാം, ഡയഫ്രം ആകാം. എന്നാൽ റോട്ടറി മൂവ്മെന്റ് വെച്ചാൽ ഏതോ ഒരു വർക്കിംഗ് എലമെന്റ് റൊട്ടേഷൻ നടക്കുന്നതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു. ഗിയർ പമ്പ്, വെയിൻ പമ്പ്, ലോ പമ്പ്, സ്ക്രൂ പമ്പ്. ഇനി അതേഴ്സ് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ജെറ്റ് പമ്പ്. നമ്മൾ ഈ കുഴൽക്കിണറിലൊക്കെ ഉപയോഗിക്കുന്ന ജെറ്റ് പമ്പ്, എയർ ലിഫ്റ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് പറയുന്ന പമ്പുകളാണ് ഈ ഒരു ജെറ്റ് പമ്പും എയർ ലിഫ്റ്റ് പമ്പും. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പമ്പ് എന്ന് പറയുന്നതിൽ കാര്യം. അപ്പൊ പമ്പിന്റെ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇനി ഈ മൊഡ്യൂളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആരിലാണ്? സെൻട്രിഫ്യൂഗൽ പമ്പിലാണ്. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ സെൻട്രിഫ്യൂഗൽ പമ്പിലേക്ക് കടക്കാം. സോ പടം വരയ്ക്കുമ്പോൾ ഈ ഒരു കാര്യം വേണം നമ്മൾ പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഇതിന് വേറൊരു പടം കൂടി ഞാൻ ഈ വീഡിയോ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, PPT ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം, ഒരു പമ്പ് നോക്കി. ഈ പമ്പ് നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ വീട്ടിലുള്ള കിണറിന്റെ കാര്യം തന്നെ എടുക്കാം. കിണറിന്റെ പരിസരത്തായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പമ്പ് വെക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു കിണറിന് ഒന്ന് ഓർത്ത് നോക്കിയേ. ഇത് കിണറിന്റെ സൈഡിൽ തന്നെ ഇതിന്റെ താഴെയായിരിക്കും വെള്ളമുള്ളത്. ഇവിടെ ആയിരിക്കും, ഈ ലെവലിലായിരിക്കും വെള്ളമുള്ളത്. ഓക്കെ, കിണറിന്റെ സൈഡിൽ തന്നെ നമ്മളൊരു സെൻട്രിഫ്യൂഗൽ പമ്പ് വെച്ചിട്ടുണ്ടാവും. പമ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സാധനം ഇറക്കിയിട്ടിട്ടുണ്ടാവും, അല്ലേ? ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും ടാങ്കിലേക്ക് വെള്ളം പോകുന്നത്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പൊ ഇറക്കി ഇട്ടിരിക്കുന്ന സാധനം എന്താണ്? അപ്പൊ അതിനെയാണ് നമ്മൾ സക്ഷൻ പൈപ്പ്, അതായത് സെൻട്രിഫ്യൂഗൽ പമ്പിൽ നിന്ന് എയറിന്റെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലെവലിലേക്ക്, അതിനെയാണ് സമ്പ്, വാട്ടർ ലെവൽ ഉള്ളതിനെയാണ് സമ്പ് ലെവൽ. സമ്പ് ലെവലിന്റെ ഉള്ളിലേക്ക്, കിണറിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു സാധനം താഴേക്ക് ഇറക്കിയിടും. അതിനെ പറയുന്ന പേരാണ് സക്ഷൻ പൈപ്പ്. ഇനി സക്ഷൻ പൈപ്പിന്റെ അറ്റത്ത് രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒന്ന് ഫൂട്ട് വാൽവ്, അടുത്തത് അതിന്റെ സ്ട്രെയിനർ ഉണ്ടാവും. ഫൂട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ വൈദ്യുതിക്ക് ചോദിച്ചൊരു ചോദ്യം, എന്താണ് ഫൂട്ട് വാൽവ്? ഫൂട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു നോൺ റിട്ടേൺ വാൽവാണ്. ഒരു ഡയറക്ഷനിൽ മാത്രമാണ് വെള്ളം പോവുകയുള്ളൂ. അതായത് സക്ഷൻ നടക്കുമ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം മുകളിലേക്ക് ലിഫ്റ്റ് ആണല്ലോ. ആ ഒരു മുകളിലേക്കുള്ള ഡയറക്ഷനിലൂടെ മാത്രമാണ് വെള്ളം സഞ്ചരിക്കുകയുള്ളൂ. താഴേക്ക് വെള്ളം ഇറങ്ങില്ല. അതിനനുസരിച്ചാണ് ആ വാൽവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് ഫൂട്ട് വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത സ്ട്രെയിനർ. സ്ട്രെയിനർ എന്ന് പറയുമ്പോൾ കിണറ്റിൽ ഒരുപക്ഷെ ഇല, മറ്റു ഡേർട്ട് മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് സാധനം മുകളിലേക്ക് അധികം കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ സിസ്റ്റം ഉണ്ട്. അതിനെയാണ് സ്ട്രെയിനർ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടുകൾ താഴത്തെ പഠിച്ചല്ലോ. ഫൂട്ട് വാൽവ് എന്താണ്? ഒരു നോൺ റിട്ടേൺ വാൽവ്, അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ മാത്രം, ഏത് ഡയറക്ഷനിലാണ്? മുകളിലേക്ക് മാത്രമാണ് വെള്ളത്തിന് കയറാൻ പാടുള്ളത്. താഴേക്ക് വെള്ളത്തിന് ഇറങ്ങി പോകാനായിട്ട് കഴിയാത്ത രീതിയിലുള്ള വാൽവുകളെയാണ് ഫൂട്ട് വാൽവ് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രെയിനർ താഴെ ഇരിക്കുന്ന ചെളിയും മറ്റു കാര്യങ്ങളും കയറാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ സക്ഷൻ, ഇതാണ് പമ്പിൽ നിന്ന് കിണറ്റിലേക്ക് ഇറക്കിയിടുന്ന ഭാഗം സക്ഷൻ പൈപ്പ്. ഇനി സമ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിന്റെ ലെവലിനെയാണ് സമ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ. ഇനി ഈ വെള്ളം എത്തുന്നത് എവിടെയാണ്? ഒരു ഇംപെല്ലർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഇംപെല്ലറിലേക്കാണ് എത്തുന്നത്. അപ്പോ വെള്ളം നേരെ കയറി വരുന്ന ഈ ഒരു കാര്യത്തിനെ പറയുന്ന പേരാണ് ഐ ഓഫ് ദി ഇംപെല്ലർ. ഐ ഓഫ് ദി ഇംപെല്ലറിലേക്കാണ് വെള്ളം കയറി വരുന്നത്. വെള്ളം അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കയറി വരുമോ? അങ്ങനെ വരില്ലല്ലോ. കാര്യം താഴ്ന്നു കിടക്കുന്ന സാധനം മുകളിലേക്ക് പോകണമെങ്കിൽ ഒരു ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് വെറുതെ വെള്ളം കയറി വരില്ല. അപ്പോൾ കയറി വരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ സർട്ടൻ ഇലക്ട്രിസിറ്റി, ഒരു മോട്ടർ ഇലക്ട്രിസിറ്റി കൊടുക്കണം. ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോഴത്തേക്കും ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് റൊട്ടേറ്റ് ചെയ്യുന്നു? അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ വെയിൻസ് ഓരോന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. വെയിൻസ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? സെൻട്രിഫ്യൂഗൽ ആക്ഷൻ നടക്കുകയും അതിന്റെ സെന്ററിൽ ഒരു പ്രഷർ കുറഞ്ഞ ഒരു അവസ്ഥ വരികയും ചെയ്യുന്നു. അപ്പൊ പ്രഷർ കുറഞ്ഞ ഒരു അവസ്ഥ വരുമ്പോഴേക്ക് എന്താണ്? പ്രഷർ കൂടിയ താഴെയുള്ള വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ഒരു ലിഫ്റ്റ് വരുന്നു. ഇങ്ങനെയാണ് താഴെയുള്ള വെള്ളം മുകളിലേക്ക് കയറി വരുന്നത്. അങ്ങനെ കയറി വരുന്ന വെള്ളം ഈ വെയിൻസ് അതിനെ എന്ത് ചെയ്യുന്നു? സ്ട്രൈക്ക് ചെയ്ത് ഇതിന് വെളിയിലേക്ക് വരുന്നു. ഈ മൂവിംഗ് ബ്ലേഡ്സ് ഈ ഒലൂട്ട് കേസിംഗിലേക്ക്, ഈ കേസിംഗ് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും, ഫ്രാൻസിസ് ടർബൈൻ്റെ അതേ രീതിയിലുള്ളതാണ്.
കേസിംഗിലേക്ക് വരുന്നു. അങ്ങനെ വരുന്ന വെള്ളം നമ്മൾ നേരെ മുകളിലേക്ക് പൊങ്ങി പോകുന്നു. ഇത് നമുക്ക് എന്താണ്, ഒരു ഡെലിവറി പൈപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗമാണ് ഡെലിവറി പൈപ്പ്. ഈ ഡെലിവറി പൈപ്പിന് ഇവിടെ ഒരു ഡെലിവറി വാൽവ് ഉണ്ട്. ഡെലിവറി വാൽവിലൂടെ വെള്ളം നമ്മുടെ ടാങ്കിലേക്ക് നമുക്ക് എത്തിച്ചേർക്കാനായിട്ട് പറ്റുന്നു. അപ്പൊ ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇവിടെ മറ്റൊരു കാര്യമുണ്ട്, പ്രൈമിങ്. പ്രൈമിങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും വൈവിക്ക് ചോദിച്ചൊരു കാര്യമാണ്, എന്താണ് പ്രൈമിങ് എന്ന് പറഞ്ഞാൽ. സെൻട്രിഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സക്ഷൻ പൈപ്പ്, ഇമ്പല്ലർ ആൻഡ് കേസിംഗ് ആൻഡ് ഡെലിവറി പൈപ്പ് അപ് ടു ഡെലിവറി വാൽവ് വരെയുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്തിരിക്കാം, വെള്ളം പൂർണ്ണമായിട്ട് ഗ്യാപ്പുകളൊന്നും എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞിരിക്കണം. ഈ ഒരു പ്രോസസ്സിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ലാബിൽ സെൻട്രിഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ഡെലിവറി വാൽവ് ഫുള്ളി ക്ലോസ്ഡ് ആയതിനു ശേഷമാണ് എന്ത് സംഭവിച്ചത്, നമ്മൾ പമ്പിങ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, പമ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഒന്ന് ഇത് ഫ്ലോ ഒക്കെ അതിന് ശേഷമാണ് ഡെലിവറി വാൽവ് പയ്യെ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ വർക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ. ഇനി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒരു ഫ്രാൻസിസ് ടർബൈനും ഒരു സെൻട്രിഫ്യൂഗൽ പമ്പും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതിന്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് നിങ്ങൾ വരച്ചതാണ്. ഫ്രാൻസിസ് ടർബൈൻ എന്താണ് ചെയ്യുന്നത്? പവർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ഫ്രം പെൻസ്റ്റോക്കിൽ നിന്ന് വെള്ളം ഈ ഡയറക്ഷനിൽ വരുന്നു. വന്നിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം ഫിക്സ്ഡ് ബ്ലേഡിന്റെ ഉള്ളിൽ കൂടി, അല്ലെ, ഫിക്സ്ഡ് ബ്ലേഡ് അതിനെ ഗൈഡ് ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നു. അങ്ങനെ ഉള്ളിലെ വൊല്യൂട്ട് ആദ്യം എന്താണ്, വൊല്യൂട്ട് കേസിംഗ് ആണ്. കേസിങ്ങിന്റെ വണ്ണം കുറഞ്ഞ് 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 ഇപ്പൊ നോക്കുക, ഈ ഒരു പാത്തിൽ നോക്കുകയാണെങ്കിൽ റെഡ് കളറിൽ വരയ്ക്കുമ്പോൾ വൊല്യൂട്ട് കേസിന്റെ വെള്ളം ഉള്ളിലേക്ക് കയറുക. അപ്പൊ അതിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ എന്ത് സംഭവിക്കുകയാണ്, കുറഞ്ഞു 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 വരികയാണ്. അങ്ങനെ കുറഞ്ഞു വരുമ്പോഴത്തേക്കും വെള്ളം ഇനി എങ്ങോട്ടേക്കാണ് കയറുന്നത് നോക്കുക, ഈ കേസിങ്ങിലേക്ക്. ഈ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സ്ഡ് ആയിട്ടുള്ള ബ്ലേഡ് ആണ്. ഫിക്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു ബ്ലേഡിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുകയാണ്. ഫിക്സ്ഡ് ബ്ലേഡ്സ് എന്ത് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു. എങ്ങോട്ടേക്ക് ഗൈഡ് ചെയ്യുന്നു? മൂവിങ് ആയിട്ടുള്ള ബ്ലേഡ്. മൂവിങ് ആയിട്ടുള്ള ബ്ലേഡ് ഏറ്റവും ഉള്ളിൽ വരുന്ന ഭാഗമാണ്. ദേ ഇങ്ങോട്ടേക്ക് കയറി, ഈ പച്ച കളറിൽ ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം കയറി. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ മൂവിങ് ബ്ലേഡ് മൂവ് ചെയ്യുന്നു. ഇതിങ്ങനെ സർക്കുലർ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ പർട്ടിക്കുലർ നടുക്കുള്ള ഷാഫ്റ്റിനെ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഷാഫ്റ്റ് വഴി പവർ പ്രൊഡ്യൂസ് ചെയ്യാണ് ഫ്രാൻസിസ് ടർബൈനിൽ ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യമാണ് എവിടെ സംഭവിക്കുന്നത്, നമ്മുടെ പമ്പിൽ സംഭവിക്കുന്നത്. പമ്പിൽ എന്താണ്, നടുക്ക് വെള്ളം വരികയാണ്. അതായത് ഐ ഓഫ് ദി ഇമ്പല്ലറിലേക്ക് വെള്ളം എത്തുകയും അത് ഫിക്സ്ഡ് ബ്ലേഡിലൂടെ, അല്ലെങ്കിൽ സോറി മൂവിങ് ബ്ലേഡ് അതിനെ വെളിയിലേക്ക് പുറത്തേക്ക് റേഡിയലി ഔട്ട്വേർഡ് ചെയ്യാണ്, ഉണ്ടോ, വെളിയിലേക്ക് വിടുകയാണ്. അങ്ങനെ മൂവിങ് ബ്ലേഡ് വിടുന്നത് എങ്ങോട്ടേക്ക് വരുന്നു, ഫിക്സ്ഡ് ബ്ലേഡിന്റെ അവസ്ഥയിലേക്ക് വരുന്നു. അത് നേരെ എങ്ങോട്ടേക്ക് വരുന്നു, കേസിംഗിലേക്ക് വരുന്നു. ആ കേസിംഗിൽ നിന്ന് അത് വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അതായത് നേരെ റിവേഴ്സ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് സെൻട്രിഫ്യൂഗൽ പമ്പിൽ നടക്കുന്നത്. വെള്ളം നേരെ ഐ ഓഫ് ദി ഇമ്പല്ലറിലേക്ക് വരുന്നു. അവിടെ നിന്ന് അത് മൂവിങ് ബ്ലേഡിലേക്ക് വരുന്നു. മൂവിങ് ബ്ലേഡിൽ നിന്ന് അത് ഫിക്സ്ഡ് ബ്ലേഡിലേക്ക് വരുന്നു. അവിടെ നിന്ന് അത് വൊല്യൂട്ട് കേസിംഗിലേക്ക് വന്ന് ഈ ഒരു കാര്യം എന്ത് ചെയ്യുന്നു, വേറെ ഇറങ്ങി പോവാണ്, ഡെലിവറിയിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു ലെവലാണ് വരുന്നത്. ഇത് രണ്ടും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കമ്പയർ ചെയ്തത് പഠിക്കണം. സെൻട്രിഫ്യൂഗൽ പമ്പിൽ വെള്ളം നടുക്കുന്നിലേക്ക് വന്നിരിക്കുകയും വൊല്യൂട്ട് കേസിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അതേസമയം ഫ്രാൻസിസ് ടർബൈനിൽ വെള്ളം വരുന്നത് അതിന്റെ ഇമ്പല്ലറിലേക്ക് അടിച്ചു വരികയും അവിടുന്ന് പവർ ജനറേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. നോക്കുക, ഇതാണ് സമ്പ് ലെവൽ, കണ്ടോ, ഇതാണ് സമ്പ്, വാട്ടർ ലെവൽ സമ്പ് ലെവൽ. സമ്പ് ലെവലിൽ നിന്ന് ഇറക്കിയിട്ടിരിക്കുന്ന പൈപ്പിനെ ആണ്, അതായത് പമ്പിൽ നിന്ന് താഴേക്ക് ഇറക്കിയിരിക്കുന്ന പൈപ്പിനെയാണ് സക്ഷൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ. സക്ഷൻ പൈപ്പിന്റെ ഏറ്റവും താഴെ ഫൂട്ട് വാൽവ് ആൻഡ് സ്ട്രെയിനർ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അതിന്റെ പർപ്പസ് ഞാൻ പറഞ്ഞു. ഇനി ഇതിനെയാണ് നമ്മൾ ഐ ഓഫ് ദി ഇമ്പല്ലറിന്റെ സെന്ററിലേക്ക് വരുന്നത്. ആ സെന്ററിലേക്കാണ് നമ്മൾ ഈ വെള്ളം മുകളിൽ നിന്ന് വന്ന് ഹിറ്റ് ചെയ്തത്. ഇനി ഈ ഐ ഓഫ് ദി ഇമ്പല്ലറും അതുപോലെ തന്നെ സമ്പിന്റെ ലെവലും തമ്മിലുള്ള ആ ഒരു അകലത്തെയാണ് HS അഥവാ സക്ഷൻ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഐ ഓഫ് ദി ഇമ്പല്ലറും ഡെലിവറിയുടെ പൈപ്പിന്റെ ആ സ്ഥലവും വരെയുള്ള ഇതിനെയാണ് ഡെലിവറി ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇമ്പല്ലർ എന്താണെന്ന് നിങ്ങൾക്കറിയാം, കേസിംഗ് എന്താണെന്ന് നിങ്ങൾക്കും അറിയാം.
അതിനുശേഷം ഡെലിവറിയുടെ അവിടെയാണ് നമ്മൾ ഡെലിവറി വാൽവ് കൊടുത്തിട്ടുണ്ട്. ഡെലിവറി പൈപ്പ് നേരെ ടാങ്കിലേക്ക് എത്തിച്ചേരുന്ന കാര്യമാണ്. ഇതിന്റെ ഒരു ഈ ഒരു ഇമേജാണ് ഇപ്പുറത്തെ വശത്തും കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫിഗർ വരച്ച് വേണം പരീക്ഷയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വർക്കിംഗ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രവർത്തനം എഴുതുക. അപ്പൊ എന്തൊക്കെയാണ് മെയിൻ കമ്പോണൻസ്? ഒന്ന് ഇംപെല്ലർ വിത്ത് വെയിൻസ് ഓർ ബ്ലേഡ്. ഈ നടുക്കുള്ള കാര്യമാണ് ഈ പർട്ടിക്കുലർ ഇംപെല്ലർ എന്ന് പറയുന്നത്. കണ്ടോ, ഇംപെല്ലറിൽ വെയിൻസ് ഉണ്ട്. അതെന്താണ്? അതിന് പല ടൈപ്പ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇംപെല്ലർ എന്ന് പറയുന്ന കാര്യം, ഇംപെല്ലേഴ്സ്. ഇനി അതിന്റെ കാര്യം എന്താണ്? പിന്നെ അടുത്ത വൊല്യൂട്ട് കേസിംഗ്. വൊല്യൂട്ട് കേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഏരിയ ക്രോസ് സെക്ഷൻ വാട്ടറിന്റെ ഫ്ലോ പോകുന്ന ഡയറക്ഷനിൽ കൂടിയാണ് വരുന്നത്. കാര്യം ഫ്രാൻസിസ് ടർബൈൻ പോലെയല്ല, ഇവിടെ കൂടി വരുന്ന രീതിയിലാണ്. കണ്ടോ, ഇവിടെ വളരെ കുറവാണ് ഈ ഏരിയയിൽ. അതിനുശേഷം ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഏരിയ കൂടി വരുന്ന രീതിയിലാണ് ഈ ഒരു കാര്യത്തിന്റെ അലൈൻമെന്റ്. അതാണ് വോല്യൂട്ട് കേസിംഗ്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സക്ഷൻ പൈപ്പ് വിത്ത് ഫൂട്ട് വാൽവ് ആൻഡ് സ്ട്രെയിനർ. ഐ ഓഫ് ദ ഇംപെല്ലറിൽ നിന്ന് താഴെ സമ്പിന്റെ താഴേക്ക് ഇട്ടിരിക്കുന്ന പൈപ്പാണ് സക്ഷൻ പൈപ്പ്. അതിന്റെ താഴെ ഫൂട്ട് വാൽവും സ്ട്രെയിനറും ഉണ്ട്. ഇനി 4 ഡെലിവറി പൈപ്പ് ഫിറ്റഡ് വിത്ത് ഡെലിവറി വാൽവ് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാണ്. ലിക്വിഡ് സക്ക് ഫ്രം ദ സമ്പ് ത്രൂ ദ സക്ഷൻ പൈപ്പ് ടു സെന്റർ ഓഫ് ദ ഐ ഓഫ് ദി ഇംപെല്ലർ. ഇവിടുന്ന് താഴേക്ക് സക്ഷൻ നടക്കുന്നു. അങ്ങനെ സക്ഷൻ നടക്കാനുള്ള കാരണം എന്താണ്? ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നെഗറ്റീവ് പ്രഷർ. അങ്ങനെ ദ ലിക്വിഡ് ഗ്ലൈഡ്സ് ഓവർ ദി ഇംപെല്ലർ വെയിൻ ഇൻ ദ റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ ആൻഡ് എൻഡേഴ്സ് ഇൻ ദ വോല്യൂട്ട് കേസിംഗ്. അങ്ങനെ മുകളിലേക്ക് എത്തുന്ന വെള്ളം ഇംപെല്ലറിന്റെ ഗൈഡ് ബ്ലേഡുകളിൽ തട്ടുകയും അത് വോല്യൂട്ട് കേസിംഗിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഓക്കെ. വെൻ ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു സെൻട്രിഫ്യൂഗൽ ഹെഡ് ഈസ് ഇംപ്രസ്ഡ് വിത്ത് ഫ്ലോട്ടിംഗ്. അപ്പോൾ ഒരു സെൻട്രിഫ്യൂഗൽ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സർക്കുലർ ഇംപെല്ലർ കിടന്ന് കറങ്ങുന്നത് കൊണ്ട് ഒരു ഹെഡ് ഉണ്ടാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ആണ് നടക്കുന്നത്. ദിസ് അങ്ങനെ അത് പ്രഷറൈസ് ചെയ്യപ്പെടുന്നു. ദ പ്രഷറൈസ്ഡ് ലിക്വിഡ് ഡിസ്ചാർജ് ത്രൂ ദ. അതിനുശേഷം പ്രഷറൈസ് ചെയ്യപ്പെട്ട ലിക്വിഡ് ഒരു ഡെലിവറി വാൽവിലൂടെ വെളിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് ഇവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. When the liquid flows through the impeller, both the pressure and velocity increases. അതായത് ഇംപെല്ലറിലൂടെ കടക്കുമ്പോൾ പ്രഷറും വെലോസിറ്റിയും കൂടെ വരുന്നു. അതിനുശേഷം പിന്നെ എന്താ സംഭവിക്കണം? ഈ ഡിഫ്യൂസർ വെയിൻ അല്ലെങ്കിൽ വൊല്യൂട്ട് കേസിംഗിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി എന്ത് സംഭവിക്കും? പ്രഷർ എനർജി ആയിട്ട് മാറും. നമ്മൾ ഈ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, അതായത് ഈ ഇംപെല്ലറിന്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്കും ഇംപെല്ലർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രഷർ എനർജിയും അതുപോലെ തന്നെ കൈനറ്റിക് എനർജി എന്ത് സംഭവിക്കും? കൂടുന്നു. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ വരുമ്പോഴത്തേക്കും അതിന്റെ കൈനറ്റിക് എനർജി എന്ത് സംഭവിക്കും? കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി. അതിന്റെ കാരണം എന്തായിരിക്കും? ഏരിയ ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ വെലോസിറ്റി ഹെഡ് പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഏരിയ കൂടി വരുന്നതുകൊണ്ട് അങ്ങനെ കൂടുതൽ നല്ല പ്രഷർ എനർജി ആയിട്ടാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൽ നിന്ന് ഡെലിവറി പൈപ്പിലേക്ക് ഇംപെല്ലറിൽ നിന്ന് ഡെലിവറി പൈപ്പിലേക്ക് വെള്ളം ഇറങ്ങി പോകുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ ഒരു പടം വരച്ച് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വേണം പരീക്ഷയ്ക്ക് എഴുതാനായിട്ട്. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപെല്ലറിന്റെ പ്രധാനപ്പെട്ട ടൈപ്സ് എന്താണ്? പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ഇംപെല്ലേഴ്സ് ആണ്. നമുക്ക് പല രീതിയിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് ഓപ്പൺ ഇംപെല്ലർ, 2 സെമി ഓപ്പൺ ഇംപെല്ലർ, 3 എൻക്ലോസ്ഡ് ഇംപെല്ലർ. ഓപ്പൺ ഇംപെല്ലർ എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടോ വെള്ളം നേരെ വന്ന് ഹിറ്റ് ചെയ്യാം. സെമി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വശത്ത് ഒരു കേസിംഗ് ഉണ്ട്. അതേസമയം എൻക്ലോസ്ഡ് ആണെങ്കിൽ രണ്ട് വശത്തും എന്താണ് ഒരു കേസിംഗിന്റെ ഉള്ളിലാണ് രണ്ട് ഡിസ്കിന്റെ ഉള്ളിലാണ് ഒരു കാര്യം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് ഓർക്കുക. ഇംപെല്ലറിന്റെ ഹെഡ് ഓപ്പൺ ഉണ്ട്, സെമി ഓപ്പൺ ഉണ്ട്, എൻക്ലോസ്ഡ് ആയിട്ടുള്ള കാര്യം ഉണ്ട്. അതാണ് അതിന്റെ വേറെ 3 ഡയമെൻഷണൽ ഫിഗർ ആണ് വിചാരിക്കുന്നത്. ഇതാണ് ഓപ്പൺ, ഇത് സെമി ഓപ്പൺ, ഇത് കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ആയിട്ടുള്ള കാര്യം. ഇനി അടുത്ത മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് റേഡിയൽ ഫ്ലോയ്ക്ക് പറ്റുന്നത്. അതായത് ഇങ്ങനെ ഇതും കൂടെ അറിഞ്ഞിരിക്കുക. റേഡിയൽ ഫ്ലോ നടക്കുമ്പോൾ ഉള്ള ഇംപെല്ലേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റേഡിയൽ ഫ്ലോ നമുക്കറിയാമല്ലോ, ഫ്രാൻസിസ് ടർബൈന്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ് റേഡിയൽ ഫ്ലോയുടെ കാര്യമുണ്ട്. അതുപോലെ ആക്സിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ കപ്ലാൻ ടർബൈന്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ മിക്സ്ഡ് ഫ്ലോ, രണ്ട് രീതിയിലുള്ള റേഡിയലും ആക്സിയലും വരുന്നതിന്റെ കാര്യമാണ് മിക്സ്ഡ് ഫ്ലോ. ഈ മൂന്ന് രീതിയിലുള്ള ഫ്ലോ
കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഫ്ലോയിലൂടെ കടന്നു പോകുമ്പോൾ ഇമ്പല്ലറിന്റെ ഷേപ്പ് വ്യത്യസ്തമാണ്. അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ വിത്ത് റേഡിയൽ കർവ്സ്. ഇത് കണ്ടോ, ഇമ്പല്ലറിന്റെ വെയിൻസ് ഇത് റേഡിയൽ ആയിട്ടാണ് ഇരിക്കുന്നത്. കാര്യം ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് റേഡിയസിന്റെ പോലെ ഇരിക്കുന്ന കർവ് ഉണ്ട്. ഇനി രണ്ടായിട്ട് അടുത്ത രണ്ട് വെച്ചാൽ ഫോർവേഡ് കർവ്ഡും ഉണ്ട്, ബാക്ക്വേർഡ് കർവ്ഡും ഉണ്ട്. സപ്പോസ് ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അതേ ഡയറക്ഷനിലാണ് അത് എങ്ങനെയുള്ള രീതിയിലാണ് കർവ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ഫോർവേഡ് കർവ്ഡ് വെയിൻസ് എന്ന് പറയുന്നു. ഇനി ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, പക്ഷെ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, വലത്തോട്ട് ഈ രീതിയിലാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇമ്പല്ലറിന്റെ ബ്ലേഡിന്റെ ഷേപ്പ് എങ്കിൽ അതിനെ ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് എന്ന് പറയുന്നു. ബാക്ക്വേർഡ് കർവ്ഡ്. നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ് മെജോറിറ്റിയും ഉള്ളത് എന്താണ്, ഈ ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ആണ് സെൻട്രിഫ്യൂഗൽ പമ്പ് മെജോറിറ്റി ഉള്ളത്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യങ്ങളാണ്. എന്താണ് പറഞ്ഞത്, എന്താണ് ഇമ്പല്ലറിന്റെ ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓപ്പൺ ടൈപ്പ്, സെമി ഓപ്പൺ ടൈപ്പ്, എൻക്ലോസ്ഡ്. അതുപോലെ തന്നെ നമുക്ക് വേറെ രീതിയിൽ കാണിക്കാം, റേഡിയൽ, ആക്സിയൽ, മിക്സ്ഡ്. ഇനി നമുക്ക് പറയുന്നത് വെച്ചാൽ റേഡിയൽ കർവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫോർവേഡ് കർവ്ഡ് വെയിൻസ് ഉണ്ട്, ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ്. ഇതാണ് ടൈപ്പ് ഓഫ് ഇമ്പല്ലർ വെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗം കംപ്ലീറ്റ് തിയറിയാണ് നമ്മൾ പഠിച്ചത്. എന്ത്, സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ക്ലാസിഫിക്കേഷനും സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ വർക്കിങ്ങും ടൈപ്പ് ഓഫ് ഇമ്പല്ലേഴ്സ് എന്നുള്ള കാര്യം. ഇനി അടുത്ത ഒരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ വെലോസിറ്റി ട്രയാങ്കിളും അതിന്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഓക്കെ, താങ്ക് യു.